ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. ഇന്ന് വീണ്ടും ദുബായിലെ കാഴ്ചകളാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. ഇന്നിപ്പം നമ്മളെ ബുർജ് ഖലീഫ അതാ കാണുന്നുട്ടോ. നമ്മൾ യാത്രയിൽ കാണുന്ന ആ രംഗാണ് കേട്ടോ. നമ്മൾ ദുബായ് മാളിലേക്കാണ് പോകുന്നത്. അവിടുത്തെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാലും ബുർജ് ഖലീഫ കാണാം. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. കാരണം നമ്മൾ ഓരോ സ്ഥലം കവർ ചെയ്യുമ്പോഴും അത്രയും നേരം വേണം. ദുബായ് മാൾ തന്നെ ഒന്ന് ഷോപ്പിലേക്കൊന്നും കയറാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഫോട്ടോസുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഓരോ ഷോപ്പിൽ കയറുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റൂല. അത്രയും വലിയ ലോങ് വീഡിയോ കണ്ടോ. ബുർജ് ഖലീഫ ഇത് കളർ മാറും, ചേഞ്ച് ആവുന്നുണ്ട്, പല പല കളറിലാവുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ കളറിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ എടുക്കുന്നെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്നതുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ദുബായ് മാളിന്റെ ഉൾവശമാണ്. ഇവിടെ ഓരോ വർഷവും ഓരോ മാതിരിയാണ് ലൈറ്റിന്റെ ഇത് ഉണ്ടാവല്ലെന്ന് പറഞ്ഞിട്ടോ. നല്ല രസമായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നേരിൽ കാണുമ്പോൾ, അത് രാത്രിയിലാവുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഇരട്ടിയാണ് കേട്ടോ. നമ്മൾ ഒരു ഭാഗത്തു നിന്നും നോക്കുന്ന കാഴ്ചയല്ല, കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കാണല്. നമ്മൾ എവിടെയെങ്കിലും ഒരു മാളിൽ നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് നോക്കിയാൽ താഴേക്ക് നോക്കിയാൽ ഒരേ കാഴ്ചയല്ലേ കാണാം. ഇതല്ല, അതിന് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം കാണാത്തവർക്കൊക്കെ നല്ല സുഖമായിട്ട് ദുബായ് മാള് വീട്ടിലിരുന്ന് കാണും കേട്ടോ. അതാ, അത്രക്കും ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മാക്സിമം എൻ്റെ പരമാവധി ട്ടോ. ഇങ്ങനെ ഇതാ വീഡിയോ കാണുമ്പോൾ തന്നെ ഉള്ള ഈ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവുന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, നേരിൽ ലൈറ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതും ദുബായ് മാള് പോയവർക്കറിയാം ഒരു ദിവസം ഒന്നും നടന്നാൽ തീരൂല എന്നുള്ള അത്രയും വലിയൊരു മാളാണ്. ഞാൻ എൻ്റെ മാക്സിമം ഓരോ ഷോപ്പിൽ കയറിയിട്ടില്ല. ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ എടുത്ത് വരുമ്പോൾ കുറേ ടൈം പിടിക്കും. അപ്പം അത്യാവശ്യം ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. മാളിൽ എല്ലാവർക്കും അറിയാം ഷോപ്പിംഗ് ഉള്ളതാണ്. പല പല ഷോപ്പുകളുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഷോപ്പുകളിൽ ഞാൻ കയറി എടുത്തിട്ടുണ്ട്. അല്ലാതൊക്കെ ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, മേലേന്ന് ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കുറച്ച് നടന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ സൈഡിലായിട്ടും ഇതുപോലെ ഓരോന്നായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വെച്ചതാണെങ്കിലും അത് വല്ലാത്തൊരു ആകർഷണം തന്നെ പറയാം. പക്ഷെ അത്രക്കും ഭംഗിയുള്ള ഒരു സ്ഥലങ്ങൾ. ഞാൻ പറയാം, എല്ലാവരും പറയും ദുബായി പോയാൽ ശരിക്കും നല്ല രസാണ് കാണാൻ, അത്രത്തോളം ഉണ്ടെന്ന്. ശരിക്കും ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടോ. ശരിക്കും അത്രത്തോളം തന്നെ ഉണ്ട്. ഓരോ ഭാഗങ്ങളും നമ്മൾ ഒരു ഭാഗം നോക്കിയാൽ ഇപ്പുറം നോക്കുമ്പോൾ അതുപോലെ തന്നെ. ഇതെന്താ വെച്ചാൽ ഇവിടെ നല്ല പാർക്കിംഗ് ആണല്ലോ. നമ്മൾ വണ്ടി വെച്ചത് എവിടെയാണെന്ന് അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ നമ്പർ അടിച്ച് കോഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എവിടെയാണോ അത് അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു തരും. ഒക്കെ സൗകര്യം അല്ലേ. എല്ലാ കാര്യം കൊണ്ടും അവിടെയൊക്കെ ഒന്നിനൊന്നും മെച്ചാണ്. സെക്യൂരിറ്റീന്റെ കാര്യത്തിൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അത്രക്കും ഞാൻ പറയാ, അത്ര എത്ര നമ്മൾ പോയാലും എത്രയും ആളുണ്ടായിട്ടും അവിടെ ഒരു വൃത്തികേടും നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടോ, ഇത് കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഓരോ ഭാഗത്ത് ഇതുപോലെ ഓരോന്ന് അവര് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് നേരത്തെ കണ്ടില്ല, ഇത് വേറെ സ്ഥലത്ത്. അങ്ങനെ ഓരോ ഭാഗത്തുണ്ട് ട്ടോ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, ഞാൻ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം വീഡിയോ ലെങ്ത് ആവും ചെയ്യരുത്, എന്നാലിട്ട് നിങ്ങൾക്ക് കാണൽ കുറയുകയും ചെയ്യരുത്. അത് രണ്ടും കൂടി നോക്കിയിട്ട് ചെയ്യാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. വിദേശികളാണ് കൂടുതലും അവിടെ കാണുന്നത്. മലയാളീസും ഉണ്ട്. എല്ലാ നാട്ടുകാരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഉണ്ട്, അറബികളും ഉണ്ട്, പല നാട്ടുകാരും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരേ ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യാണ് കേട്ടോ. ഇവരെ കൂടെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അവര് ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മളെയും കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാറിന് അവർക്കും കുറച്ചൊരു ഇതാണ്. പക്ഷെ അവര് സന്തോഷത്തോടു കൂടി നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എന്നിട്ട് പറയും, അവരെ നമ്മൾ മാക്സിമം എവിടെയൊക്കെ കാണിക്കാൻ പറ്റും അത്രയും ഒരു ഉൾക്കൊള്ളിക്കാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാ നിങ്ങൾക്കും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് ഞാൻ മാക്സിമം എത്തിക്കും. നല്ലൊരു രസമുള്ള കാഴ്ച തന്നെ കേട്ടോ. കാഴ്ചകൾ ഞാൻ പിന്നെ രസം രസം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ബോറടിക്കേണ്ട. കണ്ടോ, ഇതിപ്പോ ഒരു വിദേശികൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നവർ, അവർക്ക്
ഗൈഡ് പറഞ്ഞു കൊടുക്കാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും, നമ്മള് ലോകത്തിലെ എത്രയോ വേൾഡ് റെക്കോർഡുകൾ തകർത്തിട്ടുണ്ടെന്നാ പറഞ്ഞ ഓരോ ഇവിടെ വലിയൊരു അക്വേറിയം ഉണ്ട് ട്ടോ. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ട്, എന്താണ് നമ്മളെ ഫൗണ്ടൻ ഷോ ഉണ്ട്. അതൊക്കെ ടൈമിങ്ങിലാണ് ട്ടോ. നമ്മള് ഇവിടുന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ. ഞാൻ മാക്സിമം നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ട്ടോ. ഞാൻ പിന്നെ ഷോപ്പിന്റെ ഉള്ളിൽ കയറിയ ഓരോ ഷോപ്പും വ്യത്യസ്തമാണെന്ന് പറഞ്ഞ്, പക്ഷെ നമ്മൾ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങുമ്പോൾ അത്രയും സമയം പിടിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് ട്ടോ. അതില് ഒരു രണ്ടോ മൂന്നോ ഷോപ്പിൽ ഞാൻ കയറുന്നുണ്ട്. കാരണം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലങ്ങൾ കണ്ടപ്പോൾ മെഴുകുതിരിൻ്റെത് അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണാം. നല്ലൊരു ഇതൊരു വൈറ്റ് ആണ് ട്ടോ. എല്ലാം അതിന്റെ ഒരു ഷോപ്പാണ്. ഇത് കണ്ടോ, ഇവിടെ നല്ല രസമായിട്ടുള്ള, എന്താ കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് ഭംഗിയാണെന്ന് അറിയാം. നല്ല ക്യൂട്ട്. ഒന്നാമത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിന്റെ അപ്പൂപ്പനും അതിന് ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും അത് വാങ്ങിക്കാൻ. അതുകൊണ്ടായിരിക്കും ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ക്ലോക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ഭംഗിയുള്ള കുറേ ക്യൂട്ട് പാത്രങ്ങൾ. എനിക്ക് തോന്നുന്നു അധികം ഇത് പിന്നെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അല്ലാത്തതും ഉണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ വേസ്. കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷല്ലേ. വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്നില്ല, ഇത് കണ്ടാൽ മതി. അപ്പൊ തന്നെ ഒരു സമാധാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. നല്ല ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂട്ട് പാത്രങ്ങൾ. നല്ല രസമായിട്ടുണ്ട്. ലിപ്സ്റ്റിക് മാതിരിയൊക്കെ ഉണ്ട്. മെഴുകുതിരിയാണ് കേട്ടോ ഇതൊക്കെ. ഇതിന്റെ വേറെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ലൈറ്റിന്റെ മെഴുകുതിരി. ഇത് ശരിക്കും മെഴുകുതിരി അല്ല, അങ്ങനെ കത്തുന്നു. ചിലപ്പം ഓണാക്കിയാൽ ബാറ്ററിയിലോ അല്ലെങ്കിൽ പ്ലഗ് കുത്തായിരിക്കും. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോ മാത്രം എടുത്ത് കാണുന്ന ക്യൂട്ട് ഉള്ളതൊക്കെ നിങ്ങൾക്കും കണ്ടുകിട്ടെ വിചാരിച്ചിട്ട് എടുത്തെന്നുള്ളൂ വീഡിയോസൊക്കെ. ഇത് ഒരു സ്ഥലത്ത് തന്നെ വലിയൊരു ഷോപ്പാണ് കേട്ടോ ഇത്. വലിയൊരു ഷോപ്പ് വെച്ചാൽ വലിയൊരു ഷോപ്പ്. അതിൻ്റെ ഉള്ളിലേക്ക് വേറെ കുറേ ഉണ്ട്. ഇതിൻ്റെ തന്നെ കുറച്ച് അങ്ങോട്ടേക്ക് ഉണ്ട്. മാക്സിമം എടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കുണ്ട്. പിന്നെ കുറേ വീഡിയോ ലെങ്ത് ആവണെ കൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ എടുക്കാത്തത്. അപ്പം നിങ്ങൾക്ക് കാണും വേണം അത്യാവശ്യമൊക്കെ അല്ലേ. അതല്ലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവുക. എല്ലാവരും ദുബായിൽ വന്ന് കാണാൻ പറ്റൂല. ദുബായിൽ വന്ന് കാണാത്തവർക്ക് വേണ്ടി ആണിത്. അപ്പൊ അവര് കണ്ടാല് അവർക്കൊരു ദുബായിൽ വന്ന ഒരു ഫീൽ ഉണ്ടാവട്ടെ ട്ടോ. നല്ല രസമായിട്ടുണ്ട്. നല്ല ക്ലോക്ക്, പല മോഡലുകളും കാണാം. ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. ഞാൻ ഒന്നിന്റെ റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മളിതൊന്നും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. നല്ല ജഗ്ഗും ഗ്ലാസ്സുകള്. എനിക്ക് ഇതിനകത്തൊക്കെ കാണാനും ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്കും വീഡിയോ എടുത്ത് തരുന്നത്. കണ്ടോ, ഇത് മെഴുകുതിരിന്റെ ഒരു ഷോപ്പാട്ടോ. നല്ലൊരു രസമായിട്ടുണ്ട്. ഇതൊക്കെ മെഴുകുതിരിയാണെന്ന് പറഞ്ഞാലല്ലേ, അതിൻ്റെ ഉള്ളില് തിരിയുണ്ട്, കത്തിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഇനി ചിലപ്പോൾ സ്മെൽ ചെയ്യുന്നതാണോന്ന് അറിയില്ല കേട്ടോ. ഇലക്ട്രിക്കിന്റെ ഉണ്ടാവല്ലോ. മെഴുകുതിരിന്റെ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ്. പല വെറൈറ്റി പല വെറൈറ്റി ഉണ്ട്. കണ്ടോ, കാണുമ്പോ തന്നെ നല്ല രസമില്ലേ. ഗ്ലാസ് പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ പറയില്ലേ, മാക്സിമം ഇത് കവർ ചെയ്ത് പോവുക. ഇത് കണ്ടോ, നല്ല രസമായിട്ടില്ലേ കാണാനല്ലേ.
ഇതിന്റെ മുൻപിലൊക്കെ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഞാനൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നേരിൽ കാണുമ്പോൾ എന്താ പറയാ ഭയങ്കര സന്തോഷമായിരുന്നു തന്നെ. ഭയങ്കര സന്തോഷാണ്. ഇവിടെ ഇപ്പം ഇത് ഐസിന്റെ ഒരു ഭാഗമായിട്ട് വെച്ചതാട്ടോ. അവിടെ അവര് സ്കേറ്റിംഗ് ചെയ്യാണ്. അതിന് പൈസ കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറണം. അവിടെയൊക്കെ കയറാന് ഒരു ഭാഗത്തുണ്ട്. ചിലർക്ക് നല്ല പരിചയമുള്ളവർക്ക് നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് ട്ടോ. ചെറിയ കുഞ്ഞുമക്കൾ വരെ ഇതില് വരുന്നുണ്ട്. കണ്ടോ അതിനുള്ള സംഗതിയൊക്കെ അവിടെ ഉണ്ട്. വീഴാതെ ഇരിക്കാന് പിന്നെ അവിടെ ആളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് മേലേന്ന് ഇത് നോക്കുമ്പോൾ അത് താഴേല് ഞാൻ വേറൊരു ഭാഗത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് മേലേന്നുള്ള കാഴ്ചയാണ് ട്ടോ. ഇത് കണ്ടോ? നമ്മൾ ഈ ദുബായ് മാളില് ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോകാതെ പുറമേയുള്ള കാഴ്ചകൾ മാത്രമാണ് ഇതിലുള്ളത്. കാരണം പിന്നെ ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ അത്രയും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് ചൈന ടവർ. അത് ദുബായ് മാളിന്റെ അതിൽ തന്നെ ട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പൊ ശരിക്കും പറയാ ചൈനയിൽ പോയ ആ ഒരു ഫീലിങ്ങും റെഡ് കളർ ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫുള്ളുണ്ട് ട്ടോ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. കാരണം ഇതില് പിന്നെ ബുർജ് ഖലീഫ മാത്രമല്ല ആ വാട്ടർ ഫൗണ്ടേഷൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ട്ടോ. ഞാൻ അവിടെ പോയിട്ട് എന്തെല്ലാം കണ്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത് ആയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും ഒരുപോലെ കാണാൻ പറ്റും. ഇത് ഡോളുകളാട്ടോ. നമ്മളെ ടെഡ്ഡി ബിയറിന്റെ മാതിരത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡോളുകളാണത്. ഞാൻ ആദ്യം വിചാരിച്ചു പൂക്കളാണെന്ന്. അടുത്ത് പോയി കണ്ട ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഇത് ഡൈനോസറിൻ്റെതാ. ഡൈനോസറിന്റെ അസ്ഥിക്കൂടം അത് പറയാം. ഇത് നമ്മള് ചൈന ടവറിന്റെ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് വേറൊരു ഭാഗത്താണ്. ഇങ്ങനെ കുറേ സീനറി ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ കാണാൻ. അവിടെ നല്ലൊരു നല്ലൊരു എന്താ പറയാ നമ്മൾ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ശരിക്കും ആ റെഡ് ലൈറ്റും അതൊക്കെ കത്തുമ്പോൾ ശരിക്കും നമ്മൾ ചൈനയിൽ പോയതാണെന്ന് പറയും. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ പിന്നെ ഐസിന്റെ ആ സ്കേറ്റിങ്ങിന്റെ ആ സ്ഥലത്തേക്ക് പോകുന്ന ആ ഭാഗമാണ് കേട്ടോ. അവിടേക്ക് പോകുന്ന എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാറ് ഭയങ്കര തിരക്ക്. കണ്ടോ ദുബായ് ഐസ്. ഇതൊരു ലോകാണ് മക്കളെ. ഇതൊരു ലോകാണ്. ഞാന് പറയും നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ലൈറ്റ് ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടായിരിക്കുക. ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ. അപ്പൊ അത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഞാൻ വേറൊരു സ്ഥലത്ത് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അത് അതിലും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ മാക്സിമം അതാവാനായിരിക്കും സാധ്യത. ഞാനിങ്ങനെ ഓരോന്ന് കണ്ടതനുസരിച്ച് ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിടാം ട്ടോ. ഇതും കുറച്ച് പണിയുണ്ടല്ലോ. രാത്രിയിൽ എന്തായാലും ലേറ്റ് ആവും. നമ്മൾ ഇവിടെയൊക്കെ പോയി കണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും. ലേറ്റ് ആയി പിന്നെ ഉറങ്ങി എണീച്ച് നമ്മൾ രാവിലത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കിടക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ. അപ്പൊ ലേറ്റ് ആവണം കേട്ടോ. ഇത് കണ്ടോ, ഇത് വലിയ ഏറ്റവും വലിയ എക്കോറിയാണല്ലോ. എന്ത് രസാണെന്നറിയോ. അതില് വലിയ സ്രാവ് തെരണ്ടിയൊക്കെ ഉണ്ട്. ചെറിയ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ റെക്കോർഡുകൾ ഭേദിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ ഉം, പിന്നെ ടവറാണല്ലോ നമ്മളെ ബുർജ് ഖലീഫ. അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ കുറേ ബിൽഡിങ്ങേഴ്സ് ഉണ്ടെങ്കിലും അത് അങ്ങനെ കുത്തനെ പോയി നിൽക്കണം. ശരിക്കും അടുത്തുനിന്ന് കാണുമ്പോ ഉണ്ടല്ലോ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ. നമ്മള് ഫോട്ടോയിൽ കാണുന്ന മാതിരിയല്ല. ഇവിടെ കണ്ടോ രണ്ട് എസ്കലേറ്റർ ആ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ അത്രയും ആൾക്കാരുണ്ട് ഇറങ്ങി വരാനും കേറി പോവാനൊക്കെ. അപ്പൊ അതൊന്നും ഉണ്ടായിട്ട് ഇവിടെ ആൾക്ക് തിരക്കും നല്ല നല്ല തിരക്കാട്ടോ. ഒന്നാമത്തെ പിന്നെ സീസൺ ടൈമാണ്. ഇപ്പൊ അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും പോകുന്നിടത്തും നല്ല തിരക്കുണ്ട്. ശനി ഞായറാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അവിടെ ലീവാണല്ലോ. അപ്പൊ അതിന്റെ തിരക്ക് കൂടും. അല്ലാത്ത ദിവസങ്ങളിലാവുമ്പോഴാണ് പിന്നെയും കുറച്ചൊരു കുറവുണ്ടാവുക. ഇവിടെ നല്ല കളക്ഷൻ കണ്ടപ്പോ ഒന്ന് വെറുതെ എടുത്തെന്നുള്ളൂ. അത് ചോദിക്കാനൊന്നും വാങ്ങാനൊന്നുമല്ല. വെറുതെ ഒന്ന് ജസ്റ്റ് അതെങ്കിലും ഒന്ന്. അത് പുറത്തായിരുന്നു, ഷോപ്പിലല്ല, പുറത്ത് വെച്ചതായിരുന്നു.
മാളിന്റെ ഉള്ളിൽ തന്നെ പുറത്തായിട്ട് വെച്ചതായിരുന്നു. ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ കാണാൻ പോകുന്ന തിരക്കാണ്. എല്ലാരും അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടേക്ക് ആ ടൈമിലാണ് വരാ. ഇനിയിപ്പോ നല്ല രസായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല രസം വെച്ചാൽ നല്ല നമ്മളെ മനസ്സ് ഇങ്ങോട്ട് നിറഞ്ഞ് കവിയുന്നറിയില്ലേ, അടിപൊളി. ഉം. എങ്ങനെയുണ്ട് അല്ലേ? നല്ല അടിപൊളിയായിട്ടില്ലേ? കണ്ടോ, ബുർജ് ഖലീഫ ബ്ലൂവിലായി. ഇത് പല ടൈമിൽ കളർ മാറുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. അതാ, പിന്നെ ഭംഗിയുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഏഹ് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ നല്ല തിരക്കാട്ടോ. എല്ലാവരും ഈ പിന്നെ വെള്ളത്തിന്റെ കളിയും
പിന്നെ ഈ ഇതും കണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ എല്ലാവരും മാറുള്ളൂ. അത് ടൈമിംഗ് ഉണ്ട്. 1/4 മണിക്കൂർ വെച്ചിട്ടിട്ടാണ് അവിടെ ആ പരിപാടി നടക്കുന്നത്. ഇപ്പം കണ്ടോ ബ്ലാക്കായി. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാഴ്ച ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രയൊന്നുമില്ല. ഞാൻ നേരിൽ കാണുമ്പോൾ അടിപൊളി അടിപൊളി കാഴ്ച എന്ന് തന്നെ പറയണം. കണ്ണും മനസ്സും നിറയും. അത്രക്കും നല്ല കാഴ്ച. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായം എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ടോ അത് കണ്ടു കഴിഞ്ഞ് പോകുന്ന തിരക്ക. എത്ര നേരം കഴിഞ്ഞിട്ട് വേണമെന്നറിയാം പുറത്തേക്ക് എത്താൻ. കാഴ്ചകളും യാത്രകളും തുടർന്നും കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരും ട്ടോ. ഇതേപോലെ ഒരു അത്ഭുതകരമായ കുറേ കാഴ്ചകൾ. പ്രത്യേകം ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളെ ലോകത്ത് ഇത്രയും നല്ല കഴിവുള്ള കലാകാരന്മാർ, ആർട്ടിടെക്ട് എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വികസനം കൂടിക്കൂടി വരുന്നത് അല്ലേ? അതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്തൊക്കെ പണി നടക്കുന്നുണ്ട് ട്ടോ. ബിൽഡിംഗ് ഒക്കെ പണി നടക്കുന്നുണ്ട്. എയർപോർട്ടൊക്കെ മാറി വേറെ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ പിന്നെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കൂല. നമ്മുടെ ദുബായ് ഒന്നും കൂടി മെച്ചപ്പെട്ട ഒരു ദുബായ് ആയിരിക്കും. ദുബായിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല. ഇനിയും അടുത്തൊരു വീഡിയോയിൽ ദുബായിലെ കാഴ്ചകളുമായിട്ട് ഞാൻ വരാം. നമ്മളപ്പത്തിനേക്ക് വീട്ടിലേക്ക് പോകാൻ ടൈമായി. അതേ സമയം 12 മണിയായിട്ടുണ്ട്. നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചൊക്കെ സമാധാനപരമായിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.